welcome back to another session. Okay, so last few days ആയിട്ട് നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഒരുപാട് ഡിസീസ് കണ്ടീഷൻ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്ന് പഠിച്ചു. ഐ ഹോപ്പ് നിങ്ങൾ അതെല്ലാം റിവൈസ് ചെയ്ത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ട്രാക്കിലാണെന്ന്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടുത്ത സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നത്, വിച്ച് ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം. സോ ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. നിങ്ങൾക്കറിയാമല്ലോ, റെസ്പിറേറ്ററി സിസ്റ്റം including nasal cavity, larynx, pharynx, bronchi, trachea, bronchioles and the lungs. അപ്പം ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. എന്തൊക്കെയാണ് റെസ്പിറേറ്ററി സിസ്റ്റം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്നുള്ള കാര്യം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. ഓക്കെ, സോ introduction to the respiratory system, which including the respiratory system is responsible for the exchange of gases, oxygen and carbon dioxide between the body and the environment. It involves organs such as, I told you before that the organs which including in the all respiratory system, lungs, trachea, bronchi and alveoli. അപ്പം റെസ്പിറേറ്ററി സിസ്റ്റം എന്തിനാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഏതൊക്കെയാണ് ആ ഗ്യാസസ്? ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമ്മുടെ ബോഡിയും എൻവയോൺമെൻറ്റും തമ്മിലുള്ള എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കീ ഫങ്ഷൻ? ലൈക്ക് ബ്രീത്തിങ്, ഗ്യാസ് എക്സ്ചേഞ്ച്, റെഗുലേഷൻ ഓഫ് ദ ബ്ലഡ് pH. അപ്പം ഐ ഹോപ്പ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും എൻവയോൺമെൻറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണക്ട് ചെയ്ത്, അതായത് റെസ്പിറേറ്ററി സിസ്റ്റം ത്രൂ ആണ് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചുകൾ എല്ലാം നടക്കുന്നത്. നെക്സ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് ദ ഗ്യാസ് എക്സ്ചേഞ്ച്. ഐ ടോൾഡ് യു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എങ്ങനെയാണ്. അത് ഓക്സിജൻ ഡെലിവറി. ഓക്സിജൻ ഈസ് ടേക്കൺ ഫ്രം എയർ ആൻഡ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ഇൻ ടു ദ ലങ്സ്. ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്ത് ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ ഓക്സിജനേഷന് വേണ്ടി വിടുന്നു. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിമൂവൽ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിസം ഈസ് റിമൂവ്ഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് എക്സെയിൽഡ്. അതായത് നമ്മുടെ മെറ്റബോളിസത്തിന് ശേഷം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് നമ്മുടെ എക്സലേഷനിലൂടെ പുറത്തേക്ക് പോകുന്നു. അതുപോലെ ഇതിൻ്റെ ലൊക്കേഷൻ occurs primarily in the alveoli, tiny air sac in the lungs. ഓക്കെ, അപ്പോൾ ലൊക്കേഷനൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഗ്യാസ് എക്സ്ചേഞ്ച്. അപ്പം ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ നമ്മുടെ ഓക്സിജനും നമ്മളുടെ എക്സ്പിറേഷൻ ഇൻസ്പിറേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ റെഗുലേഷൻ ഓഫ് ദ ബ്ലഡ് pH. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം തന്നെയാണ് നമ്മുടെ ബ്ലഡ് pHും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ദ റെസ്പിറേറ്ററി സിസ്റ്റം ഹെൽപ്സ് മെയിൻറ്റെയിൻ ദ ബോഡി എന്താണ്? ആസിഡ് ബേസ് ബാലൻസ്. അപ്പോൾ ആസിഡ് ബേസ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് pH. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ ബ്ലഡ് ഇറ്റ് ഫോംസ് കാർബോണിക് ആസിഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കാർബോണിക് ആസിഡ്, വിച്ച് അഫക്ട് ദ ബ്ലഡ് pH. പിന്നെ ബ്രീത്തിങ് റേറ്റ് ചേഞ്ചസ് ഇൻ ബ്രീത്തിങ് റേറ്റ് ക്യാൻ അഡ്ജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ടു മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ pH. അപ്പം നമ്മുടെ സ്റ്റേബിൾ pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ എന്താ പറയുന്നത് എക്സ്ചേഞ്ചിന് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ഫങ്ഷന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ബ്രീത്തിങ് റേറ്റ് എല്ലാം നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ റെഗുലേഷൻ ഓഫ് ദ ബ്ലഡ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. സോ അടുത്തത് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് ഡിഫെൻസ്. അപ്പോൾ നമുക്ക് കുറേ പ്രൊട്ടക്ഷൻസ് നമ്മുടെ അതുപോലെ തന്നെ ആൽവിയോളൈ, ബ്രോങ്കൈ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ റെസ്പിറേറ്ററി സിസ്റ്റം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്താണ് ഫിൽറ്ററിങ് എയർ. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ഫിൽറ്റേഴ്സ് ഡസ്റ്റ്, pollutants and pathogens through nose, hairs, mucus and cilia in the airway. ഓക്കെ, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് അല്ലേ? നോക്കിക്കേ, ഫിൽറ്ററിങ് ഓഫ് എയർ. അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഒരുപാട് വേസ്റ്റ് പ്രോഡക്ട്സ് ആയ ഡസ്റ്റ്, അതുപോലെ തന്നെ പൊല്യൂട്ടൻസ്, പിന്നെ പതോജൻസിനെയൊക്കെ നമ്മുടെ നോസിലൂടെയും എയറിലൂടെയും അതുപോലെ തന്നെ മ്യൂക്കസ്, സിലിയ വഴിയൊക്കെ
പുറത്തേക്ക് വിടുന്നുണ്ട്. ഇനി ഇമ്മ്യൂൺ ഡിഫെൻസ് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി ട്രാക്ട് കണ്ടെയ്ൻ ഇമ്മ്യൂൺ സെൽസ്, അതായത് മാക്രോഫേജസിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ സെൽസ്, അതായത് നമ്മുടെ ലങ്സിലുള്ള നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള ഈ ഇമ്മ്യൂൺ സെൽസ് നമ്മളെ എന്താണ് ഇൻഫെക്ഷൻസുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് കഫിങ് ആൻഡ് സ്നീസിങ് റിഫ്ലെക്സസ് ദാറ്റ് ക്ലിയർ ഔട്ട് ഹാംഫുൾ പാർട്ടിക്കിൾസ് ഫ്രം ദ എയർവേ. ചിലർക്ക് ഈ ഡസ്റ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും ദേ വിൽ കഫ് സ്നീസ് വെരി എക്സസീവ്ലി. അപ്പോൾ അതൊക്കെ ശരിക്കും എന്താ ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഡസ്റ്റ് ആ പൊല്യൂട്ടൻസിനെയൊക്കെ പുറത്തേക്ക് വിടുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് വോക്കലൈസേഷൻ, നമുക്ക് ശബ്ദം തരുന്നത്. ഓക്കെ, ദ റെസ്പിറേറ്ററി സിസ്റ്റം പ്ലേസ് മേജർ റോൾ ഇൻ പ്രൊഡ്യൂസിങ് സൗണ്ട്. So larynx, air passing through the vocal cord in the larynx. Larynx is also known as our voice box. Allows for speech and sound production. ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആര് പെർമിറ്റ് ചെയ്തിട്ടാ? എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം എനിക്ക് പെർമിഷൻ തന്നിട്ടാണ്. അതായത് ലാരിങ്സ് ആണ് നമ്മളുടെ എയർ പാസിംഗ് ഒക്കെ ഇതിൻ്റെ ഇടവഴി നടക്കുന്നത്. ഇനി ബ്രീത്തിങ് ഓഫ് സ്പീച്ച്. കൺട്രോൾഡ് ബ്രീത്തിങ് ഈസ് റിക്വയർഡ് ഫോർ സ്പീച്ച്, സിംഗിങ് ആൻഡ് അതർ വോക്കലൈസേഷൻ. സോ നമ്മുടെ ബ്രീത്തിങ് ഫോർ സ്പീച്ച്, അപ്പം പാട്ടൊക്കെ പാടുന്ന സമയത്തൊക്കെ നമ്മുടെ എയറിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. ഓക്കെ, സോ വോക്കലൈസേഷനാണ് വേറൊരു ഫങ്ഷൻ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ. നൗ തെർമോറെഗുലേഷൻ. തെർമോറെഗുലേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം റെസ്പിറേറ്ററി സിസ്റ്റം ഹെൽപ്സ് റെഗുലേറ്റ് ദ ബോഡി ടെമ്പറേച്ചർ. Exhalation, when breathing out, heat is released from the body. നമ്മൾ എക്സേൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിന്നൊക്കെ അല്ലേ. അപ്പം as air is exhaled, moisture is also released, helping to regulate internal temperature. അതായത് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നു. സോ തെർമോറെഗുലേഷൻ ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. എന്തൊക്കെ ഫങ്ഷൻസ് ആണല്ലേ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഇത്രയും ഫങ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ആ സർക്കുലേഷൻ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ. സോ അതിൽ കൂടുതൽ ഫങ്ഷൻസ് ആണ് റെസ്പിറേറ്ററി ചെയ്യുന്നത്. എന്നാലും കാർഡിയോവാസ്കുലർ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററിയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സമ്മറി ഓഫ് ദ ഫങ്ഷൻ വിച്ച് ഇൻക്ലൂഡ് ഐ ടോൾഡ് യു ദ pH regulation, protection, vocalization and thermoregulation, which I told you detailedly in the first of the class. നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ pH ആണെങ്കിൽ ബ്ലഡ് pHനെ CO2 ലെവൽ, അതായത് ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് pH ത്രൂ CO2 ലെവൽ. ആൻഡ് പ്രൊട്ടക്ഷൻ ഫിൽറ്റേഴ്സ് ഹാംഫുൾ പാർട്ടിക്കിൾസ് ആൻഡ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് infection. And vocalization produce sound for communication. And thermoregulation helps regulates body temperature through exhalation. So അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മുടെ റെസ്പിറേറ്ററി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. സോ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് സെഷൻ തൊട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ആയിരിക്കും ഓരോ സെഷനിലും എടുത്തു പോകുന്നത്. ഇത് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. നമ്മൾ കുറേ നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെയാണ് ലാസ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിൽ ഒക്കെയാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ അനാട്ടമി ഫിസിയോളജി ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. പിന്നെ സെക്കൻഡ് ഇയറിലാണ് കൂടുതലും റെസ്പിറേറ്ററി ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ പഠിച്ചത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള നമ്മുടെ സെഷനുകളിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ആയിരിക്കും. അപ്പം റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്നുള്ളതും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ ഒന്ന് നന്നായി റിവൈസ് ചെയ്ത് വരിക. അതിനുള്ള നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം റിവൈസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസീസ് കണ്ടീഷനായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്, വിച്ച് ഈസ് COPD. അപ്പോൾ COPD എന്നുള്ള സെഷനിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് പഠിക്കാം. സോ റെസ്പിറേറ്ററി എല്ലാവരും റിവൈസ് ചെയ്യുക. അപ്പം അതിന് ശേഷം നമുക്ക് ഡിസീസ് കണ്ടീഷൻ എടുത്തു തുടങ്ങാം. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.